നമസ്കാരം. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പേരൊരു പക്ഷേ ഇപ്പോൾ എല്ലാ മലയാളികൾക്കും നന്നായി അറിയുന്ന പേരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം അറിയുന്നത് ചില ചാനൽ ചർച്ചകളിലൂടെയാണെങ്കിൽ പിന്നീട് കേരളം ഒന്നടങ്കം അറിഞ്ഞത് മറ്റൊരു വിഷയത്തിലാണ്. അതായത് വ്യാജ ID കാർഡ് ഉണ്ടാക്കി അതിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റായി എന്നുള്ള CPM പ്രവർത്തകരുടെ ട്രോളുകളിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും അധികം ആളുകൾ അറിഞ്ഞത്. പിന്നീട് പക്ഷേ കേരളം അറിഞ്ഞത് മറ്റൊരു തരത്തിലാണ്. അതായത് പിണറായി വിജയന്റെ പോലീസ് വീട്ടിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വാർത്ത കേരളം വലിയ തരത്തിൽ ചർച്ച ചെയ്ത വാർത്ത. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിയ സമരങ്ങളിൽ ഏറ്റവും കലാപകലുഷിതമായ സമരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ തുടർന്നുള്ളതാണ്. പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയ അടി എന്ന തരത്തിൽ എല്ലാവരും അത് പറയപ്പെട്ടു. അതായത് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു നിമിഷം അതുവരെ വ്യാജ പ്രസിഡന്റ് എന്ന CPM തന്നെ ആരോപിച്ചിരുന്ന നേതാവ് പിന്നീട് പെട്ടെന്ന് ജനങ്ങളുടെ നേതാവായി മാറുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ വലിയ നേതാവായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതായത് പിണറായി പോലീസ് ചുടുവിൽ നേതാവാക്കിയെടുത്തു. അതായത് അതുവരെ ഉണ്ടായിരുന്നൊരു വ്യാജ ID കാർഡ് തരത്തിലൊക്കെ നനഞ്ഞ പടക്കമായിട്ടൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരോപണം ഉണ്ടായതെങ്കിലും അതിനൊക്കെയുള്ള വലിയ തീപ്പൊരിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വന്നു. തീപ്പൊരി പ്രസംഗത്തിലൂടെ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം, ലൂസിഫർ ചിത്രത്തിൽ ടൊവിനോ തോമസ് പറയുന്ന പോലെ എനിക്ക് മുണ്ട് മടക്കി കുത്താനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രീതിയിൽ ഡയലോഗ് അടിക്കാനും അറിയാം. ഇത് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ. അപ്പോ അതിലെന്താണ് പറയുന്നത് അറിയാം. അതേ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ പ്രസംഗവും. എതിരാളിയെ രൂക്ഷമായ ഭാഷയിൽ ശക്തമായ ഭാഷയിൽ ഫാക്റ്റുകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളത്. ഷാഫി പറമ്പിലിന് വേണ്ടി വടകരയിൽ നിൽക്കുന്നത്, ഷാഫി പറമ്പിലിന് ഒപ്പം നിൽക്കുന്നത്, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വീഡിയോയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കത്തുന്നത് സംഘികളുടെ ട്രൗസർ ആണെങ്കിലും പൊള്ളുന്നത് കമ്മികളുടെ മൂടാണ് എന്നാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കാരണം കേരളത്തിൽ പലയിടത്തും BJPയെ എതിർക്കുന്നത് CPM ആണെന്ന് പറയുമ്പോഴും BJPയുടെ B ടീമായാണ് CPM വർക്ക് ചെയ്യുന്നത്. രൂക്ഷമായ ഭാഷയിൽ ശക്തമായി കോൺഗ്രസ് എതിർക്കുമ്പോൾ അവിടെയെല്ലാം എപ്പോഴും ചെയ്യുന്നത് BJPയുടെ ചുവട് പിടിച്ച് കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കാനാണ് പിണറായി വിജയനും ഒപ്പം CPMഉം ശ്രമിക്കുന്നത്. ഇതൊന്നും കൂടാതെ കുറെ സൈബർ കടന്നലുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കുറെ നാളുകൾക്ക് മുന്നേ നേമത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതോ ഒരു വീട്ടിൽ നിന്നും പിടിച്ചു എന്ന് പറഞ്ഞ് സൈബർ അണികളെല്ലാം കൂടി വലിയ തരത്തിൽ പ്രചരണം നടത്തി. അതായത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഒന്നും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് തങ്ങളെന്നും സ്ത്രീപക്ഷ അനുകൂലമായാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നും സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ ഞങ്ങളെ ഉള്ളൂ എന്നും പറയുന്ന പാർട്ടി അതിലെ അണികൾ ചെയ്തത് സ്ത്രീകളെ രൂക്ഷമായി വേട്ടയാടുക, ഒപ്പം എത്രത്തോളം വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടാൻ പറ്റുമോ അത്രത്തോളം വ്യാജ പ്രചരണങ്ങൾ അയച്ചിടുക, തന്നെ എതിർക്കുന്നു എന്നറിഞ്ഞാൽ, തങ്ങളെ എതിർക്കുന്നു എന്നറിഞ്ഞാൽ അവർക്കെതിരെ എത്ര ശക്തമായും എത്ര വ്യാജ പ്രചരണവും അഴിച്ചുവിടാൻ അവർ തയ്യാറാണ്. അവർക്ക് കൂടെ പിടിക്കാൻ ദേശാഭിമാനിയും കൈരളിയും കൂടെ കൂടുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ പ്രസംഗവും ഇടുത്തി പോലെ തന്നെ വീഴുന്നുമുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും പ്രസംഗിച്ചിറങ്ങിയാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രോളുകളുടെ പ്രവാഹമാണ്. അങ്ങനെ വളർന്നു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ നല്ല നേതാവായി വളർന്നു വരികയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, അബുൻ വർക്കി ആയിക്കോട്ടെ, റിജിൽ മാക്കുട്ടി ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ, യുവ നേതാക്കൾ ഇപ്പോൾ വളർന്നു വരികയാണ്. അത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതുമാണ്. കാരണം സംഘപരിവാറിനെ ഇത്ര ശക്തമായി എതിർക്കുന്ന നേതാക്കൾ വളർന്നു വരേണ്ടത് ഈ സാഹചര്യത്തിന്റെ അനിവാര്യം കൂടിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തീപ്പൊരി പ്രസംഗം വൈറലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് BJP 400 സീറ്റ് പിടിക്കുമെന്നാണ് എല്ലായിടത്തും പറയുന്നത്. അങ്ങനെ 400 സീറ്റ് പിടിക്കണമെങ്കിൽ കേരളവും വേണം, അതായത് സൗത്ത് ഇന്ത്യ വേണം. സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്നത്. തമിഴ്നാട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. 39ൽ 39 സീറ്റും ഇന്ത്യ സഖ്യം പിടിക്കും. ഇനിയുള്ളത് കേരളമാണ്. കേരളത്തിൽ കോൺഗ്രസും CPMഉം തമ്മിലാണ് മത്സരം. അതായത് UDFഉം LDFഉം തമ്മിലാണ് മത്സരം. ഇവിടെ BJPന് തലകുത്തി നിന്നാലും യാതൊരു സീറ്റും ലഭിക്കില്ല എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. പക്ഷേ അവർക്ക് അതുകൂടി കിട്ടിയാലേ ഈ 400 സീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും അവർക്ക് തന്നെ അറിയാം എത്രത്തോളം സീറ്റാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. പലയിടത്തുനിന്നും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 50ഓളം സീറ്റ് ഉറപ്പായും
BJPക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ആ നഷ്ടത്തിൽ ഇവിടുത്തെ 20 കൂടി കൂട്ടിയാൽ വീണ്ടും BJP താഴ്ചയിലേക്ക് പോകും. പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് വലിയ വ്യാമോഹങ്ങളാണ്. അതായത് BJP കേരളത്തിൽ 6 സീറ്റ് പിടിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നതെന്നും ഒപ്പം തന്നെ അതിലൊരു സീറ്റ് വയനാടാണെന്നുമാണ് ഇവർ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ബുദ്ധി എത്രത്തോളമാണ് എന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീപ്പൊരി പ്രസംഗം പോകുന്നത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട്, ഇതിൽ സംഘികളുടെ ട്രൗസറിനാണ് തീ കത്തുന്നതെങ്കിലും പൊള്ളുന്നത് കമ്മികളുടെ മൂടിനാണ് എന്നുകൂടി പറയുന്നുണ്ട്. നമുക്ക് ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കാണാം. ഞാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങൾ സ്പോൺസേഡ് പരിപാടികൾ പോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് 400-ലധികം സീറ്റുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത്. പ്രിയങ്കരനായ രാജ്യസഭാ മെമ്പർ പ്രിയപ്പെട്ട ശ്രീ PV അബ്ദുൽ വഹാബ് അവർ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ വഹാബിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അവര് പറയുന്നത് 400-ലധികം സീറ്റുകളുമായി അധികാരത്തിലേക്ക് മടങ്ങി വരുമെന്ന്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് 400-ലധികം സീറ്റുകളുമായി അധികാരത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയാണോ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നരേന്ദ്രമോദിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും അയാളുടെ സ്ഥാനാർത്ഥിത്വത്തെ പോലും അയോഗ്യത കൽപ്പിക്കേണ്ടുന്ന പച്ചവർഗീയത പറയുന്നതിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുന്ന കാഴ്ചയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഏതാനും ദിവസം മുൻപാണ് നിങ്ങൾ വായിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ രാഷ്ട്രീയ പ്രതിപക്ഷ സംഘടനയുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തു. അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും BJP ചെയ്യുന്നത് പോലെ ഈ രാജ്യത്തെ ഏതോ കോർപ്പറേറ്റിന് നിങ്ങൾക്ക് ഭാവിയിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. ഇല്ല, നിങ്ങൾ കരുതും CPM ചെയ്യുന്നത് പോലെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും നേതാവിന്റെ മകൻ മാസപ്പടി വാങ്ങുന്നത് കൊണ്ടാണ് എന്ന്. അല്ല, കണക്ക് കൊടുക്കുവാൻ വൈകി എന്നാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം. അപ്പം നിങ്ങൾ കരുതും കണക്ക് കൊടുക്കുവാൻ വൈകിയത് 2023-24 സാമ്പത്തിക വർഷമാണെന്ന്. അല്ല, 983-84 സാമ്പത്തിക വർഷം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് വാളിനെ ജയിൽ കടത്തിയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ജയിലിൽ കിടക്കുന്ന അഴിമതി ആരോപണത്തിന്റെ പേരിലല്ലേ എന്ന്. അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് അരവിന്ദ് കെജ്രിവാൾ ജയിൽ കിടക്കുന്നതെന്ന് പറയുമ്പോ ആ ആരോപണം ഉന്നയിച്ചതാരാണ് പ്രിയമുള്ളവരെ? അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുവാൻ ഇടയായത് 3 മാപ്പ് സാക്ഷികൾ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് മാപ്പ് സാക്ഷി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ 3 മാപ്പ് സാക്ഷികൾ ഇപ്പോൾ എന്ത് ചെയ്യുക? അരവിന്ദ് കെജ്രിവാളിനെതിരായി ജയിലിൽ പോകുവാൻ പര്യാപ്തമായ രീതിയിൽ മൊഴി കൊടുത്തൊരു മാപ്പ് സാക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ നിന്ന് മത്സരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് മാപ്പുസാക്ഷിയായി മൊഴി കൊടുത്ത 2ാമത്തെ വ്യക്തിയുടെ കമ്പനിയുടെ പേരിൽ ED രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ED ഫ്രീസ് ചെയ്തു ഒരാഴ്ച മുൻപ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മാപ്പ് സാക്ഷിയായി മൊഴി കൊടുത്ത 3ാമന്റെ കമ്പനി കഴിഞ്ഞ ആഴ്ച BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത വിവരങ്ങൾ പുറത്തേക്ക് വരും. അപ്പൊ BJPക്ക് പണം കൊടുത്തവൻ ഒരാൾ, BJPയുടെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവൻ മറ്റൊരാൾ, BJPയുടെ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി തന്റെ കമ്പനിയുടെ അക്കൗണ്ടുകൾക്കെതിരായിട്ടുള്ള ED കേസ് ഫ്രീസ് ചെയ്യപ്പെട്ടവൻ 3ാമൻ. ഇങ്ങനെ 3 പേർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുമ്പോ പ്രിയമുള്ളവരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആത്മവിശ്വാസമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ചെയ്തികളല്ലത്. മാത്രമല്ല, ഈ രാജ്യത്ത് BJPക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ പരമാവധി സീറ്റ് 303 ആണ്. ആ 303 കിട്ടുമ്പോ ഗുജറാത്തിൽ എല്ലാ സീറ്റിലും ജയിച്ചു, രാജസ്ഥാനിൽ എല്ലാ സീറ്റിലും ജയിച്ചു, മധ്യപ്രദേശിൽ 1 സീറ്റ് ഒഴികെ എല്ലാം ജയിച്ചു, ഉത്തർപ്രദേശിൽ 4 സീറ്റ് ഒഴികെ മുഴുവൻ സീറ്റിലും ജയിച്ചു, ഡൽഹിയിൽ എല്ലാ സീറ്റിലും ജയിച്ചു. അങ്ങനെ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾ തൂത്തുവാരുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ സ്ഥിതി മാറി. ഉത്തർപ്രദേശിൽ ക്ലീൻ സ്വീപ്പ് സാധ്യമല്ല, രാജസ്ഥാനിൽ സാധ്യമല്ല, ഗുജറാത്തിൽ സാധ്യമല്ല, മധ്യപ്രദേശിൽ സാധ്യമല്ല. അങ്ങനെ ഉത്തരേന്ത്യയിൽ BJPയുടെ പാരമ്യത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ 303 അവർക്ക് കിട്ടിയപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, അവർക്ക് ആ സീറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് 50 സീറ്റ്, ഏറ്റവും ചുരുങ്ങിയത് 50 സീറ്റെങ്കിലും കുറഞ്ഞാൽ
BJPയുടെ ആകെ സീറ്റിന്റെ എണ്ണം 253 താഴേക്ക് വരും. നമ്മുടെ സീറ്റിന്റെ എണ്ണം, ഇന്ത്യ മുന്നണിയുടെ സീറ്റിന്റെ എണ്ണം 50 സീറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ BJPക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ പിടിക്കണം. ഏത് ദക്ഷിണേന്ത്യ? നമ്മുടെ ദക്ഷിണേന്ത്യ. നിങ്ങൾ പറ. കേരളത്തിൽ നിങ്ങളോടുള്ള എന്റെ ചോദ്യം, കേരളത്തിൽ 20 സീറ്റുകൾ ഉണ്ടല്ലോ. ഈ 20 സീറ്റുകളിൽ BJPക്ക് എത്ര സീറ്റുകൾ? എത്ര കിട്ടും? 0 സീറ്റല്ലേ? കേരളത്തിൽ BJPക്ക് കിട്ടാൻ പോകുന്ന 0 സീറ്റാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം ഒരു സ്റ്റോപ്പിൽ നിന്ന് ട്രെയിനിലേക്ക് കയറി. ഞാനപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു എങ്ങനെയാ സാഹചര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നല്ല പ്രതീക്ഷ. ഞാൻ പറഞ്ഞു നല്ല പ്രതീക്ഷ, ഞങ്ങളൊരു 5-6 സീറ്റ് ജയിക്കും. ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സീറ്റ് ഏതാ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾ 6 സീറ്റ് ജയിക്കും, അതിൽ ഏറ്റവും പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത് വയനാട് പാർലമെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോയില്ല, കാരണം വയനാട് പാർലമെന്റിലാണ് അവര് ജയിക്കുമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന 1ാമത്തെ സീറ്റ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒരു ടെൻഷന്റെ ആവശ്യം. ഇവിടെ എന്താ അവസ്ഥ? കെട്ടിവെച്ച കാശ് പോലും ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഭൂരിപക്ഷം 4 ലക്ഷത്തിൽ ചെല്ലുവാനുമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി ആയിരിക്കും പ്രിയപ്പെട്ട രാഹുൽ രാജ്യതലസ്ഥാനത്തേക്ക് നടന്നു നീങ്ങുവാൻ പോകുന്നത്. അപ്പൊ കേരളത്തിൽ 20-0. തമിഴ്നാട്ടിൽ എന്താ അവസ്ഥ? 39 സീറ്റ്. എത്ര സീറ്റാ BJP കിട്ടാൻ പോകുന്നത്? 0. 2 സംസ്ഥാനം കഴിയുമ്പോൾ 59-0 BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം. കർണാടകയിൽ 28 സീറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആകെ ജയിച്ചത് ഒറ്റ സീറ്റില്ല. DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷിന്റെ സീറ്റ്. ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത് BJPയുടെ ഇന്റേണൽ റിപ്പോർട്ടുകൾ പറയുന്നത് 14 സീറ്റ് കോൺഗ്രസിന് കിട്ടും. അപ്പൊ നമ്മുടെ സീറ്റിന്റെ എണ്ണം കൂടി. തെലങ്കാന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ, ആ സംസ്ഥാനം രൂപീകൃതമായ ഒരിക്കൽ പോലും അധികാരം കിട്ടാത്ത പാർട്ടിയായി നാമാവശേഷമായി 5 MLA-മാർ മാത്രമുള്ള സംസ്ഥാനമായി മാറിയിരുന്ന തെലങ്കാനയിൽ നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ പ്രചരണത്തിന് വന്ന ആളാരാ? രേവന്ത് റെഡ്ഡി. കോൺഗ്രസുകാരനായ തെലങ്കാനയുടെ മുഖ്യമന്ത്രി. ഇന്ന് അവിടെ അധികാരത്തിലിരിക്കുന്നത് തെലങ്കാനയിൽ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ സർക്കാരാണ്. അവിടെ വലിയ ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആന്ധ്രയിൽ നമ്മുടെ വലിയ മേധാവിത്വം ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ ജയിച്ചാലും ഇല്ലെങ്കിലും ആന്ധ്രയിൽ BJP ജയിക്കില്ല. ഒന്നെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി ജയിക്കും. എന്തായാലും BJP ജയിക്കില്ല. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം സീറ്റുകളുള്ള സംസ്ഥാനത്തിന്റെ പേര് മഹാരാഷ്ട്ര എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആകെ കിട്ടിയത് ഒറ്റ സീറ്റ്. 48 സീറ്റ് ആകെയുള്ളത് ഒറ്റ സീറ്റ് നമുക്ക് കിട്ടും. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവിടെ വിശാലമായ സഖ്യമാണ്. നമ്മൾ, ശിവസേന, NCP. എന്താ ഈ 3 പാർട്ടിയുടെ പ്രത്യേകത? ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിമാരെ ഉണ്ടാക്കിയ 3 പാർട്ടിക്കാർ. ഈ 3 പാർട്ടിക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മുടെ മുന്നേറ്റം ഉണ്ടാകും. അങ്ങനെ അങ്ങോട്ട് എണ്ണി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഈ ജൂൺ മാസം 4-ാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്യാനായി വിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായിരിക്കില്ല. അത് സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്നാകുമ്പോ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നുള്ള അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ BJPക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിയ ആളാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. ഇവിടെ ചില CPM-ന്റെ നേതാക്കന്മാർ ചോദിക്കുന്നത് കേട്ടു, രാഹുൽ ഗാന്ധി BJPക്കെതിരെ സംസാരിക്കാറുണ്ട്. ഇവരൊക്കെ പത്രം വായിക്കാറുണ്ട്, ടെലിവിഷൻ കാണാറുണ്ട്. കൈരളിക്കും ദേശാഭിമാനിക്കും അപ്പുറം ഈ രാജ്യത്ത് മാധ്യമങ്ങളുണ്ട് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് BJPക്കെതിരായി പോരാട്ടം നടത്തിയതിന്റെ പേരിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഏക MP-യുടെ പേര് രാഹുൽ ഗാന്ധി എന്നല്ലേ? അതിനപ്പുറം എന്ത് യോഗ്യതയാണ് ഈ രാജ്യത്തെ സംഘപരിവാറിനെതിരായി അതിന്റെ വേരിൽ പോയി പോരാടിയതിന്റെ ചരിത്രം പേറുന്ന ഏത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ദിവസം കേരളത്തിലുണ്ടായി. 2 ദിവസം കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് BJPയുടെ ക്യാമ്പ് ആകെ അസ്വസ്ഥമാകും എന്നാണ്. BJPയുടെ ക്യാമ്പ് അസ്വസ്ഥമായി. പക്ഷേ കേരളത്തിൽ BJPയേക്കാൾ ശക്തമായി ആ അസ്വസ്ഥത പറഞ്ഞത് കേരളത്തിലെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ രൂപമായ CPM ആണ്.
കത്തിയത് സംഘപരിവാറിന്റെ ബർമൂടയാണെങ്കിലും പൊള്ളിയത് CPM-കാരന്റെ മൂടാണ് എന്ന് തെളിയിക്കപ്പെടുന്ന പ്രസ്താവനയാണ് പിണറായി വിജയൻ നിന്നുണ്ടായത്. എന്തായാലും പറഞ്ഞത് പിണറായി വിജയൻ അയാൾ പറയുക, രാഹുൽ ഗാന്ധിക്ക് പഴയൊരു പേരുണ്ട്, എന്നെ കൊണ്ടത് വിളിപ്പിക്കരുതെന്ന്. മിസ്റ്റർ വിജയൻ, രാഹുൽ ഗാന്ധിക്ക് പഴയതും പുതിയതുമായി ഒറ്റ പേരേ ഉള്ളൂ. അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരൻ എന്ന പേരാണ്. അതല്ലാതെ ഏതെങ്കിലും പേരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ സംഘപരിവാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് നിങ്ങളുടെ കണ്ണിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയതും പുതിയതുമൊക്കെ നിങ്ങൾക്കല്ലേ മിസ്റ്റർ വിജയൻ? നിങ്ങളല്ലേ പറഞ്ഞത്? പഴയ വിജയനാണെങ്കിൽ അല്ലെട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിയമസഭയിലല്ലേ പറഞ്ഞത്? പഴയ വിജയനാണെങ്കിൽ കാണിച്ചു തരാമായിരുന്നു അല്ലേ? ഇതുപോലൊരു അല്പൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണത് പഴയ വിജയനായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഒരു പ്രത്യേക ജനസാണ് പിണറായി വിജയൻ. പറയുന്നത് ആരാ? ഇയാള് തന്നെ. ഒരുത്തൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക ഞാനൊരു പ്രത്യേക ജനസാണെന്ന്. ചില്ലറ ഉളുപ്പില്ലായ്മ വല്ലതുമാണ്. പിണറായി വിജയന് പഴയ കാലത്ത് കണ്ണൂരിൽ പിണറായിയിലെ ധർമ്മടത്ത് ഒരു പേരുണ്ട്, കൊലയാളി വിജയൻ. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതി എന്ന നിലയിലാണ് പിണറായി വിജയനെ കൊലയാളി വിജയൻ എന്ന ആ നാട് വിളിച്ചത്. അതുപോലെ പഴയതും പുതിയതുമായ പേരൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ആദരണീയനും ബഹുമാന്യനുമായ ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, മിസ്റ്റർ രാഹുൽ, നിങ്ങളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി എന്നെ ജയിലിലിട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ കാലത്ത്. സംഭവം ശരിയാ? പിണറായി വിജയനെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി ജയിലിലിട്ടിട്ടുണ്ട്. ആ ജയിലിടുന്നതിന്റെ പശ്ചാത്തലം എന്താ? സംഘപരിവാറിന്റെ അന്നത്തെ രാഷ്ട്രീയ രൂപമായ ജനസംഘത്തോടൊപ്പം ചേർന്ന് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോ പിടിച്ച് പൊന്നാടയിടാൻ ആ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നല്ലല്ലോ വിജയ. ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. ഇനി പിണറായി വിജയനോട് ഒരു കാര്യം കൂടി പറയാം. ഇപ്പോ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോയി പൂവിട്ട് പൂജിച്ച് ആ കാൽക്കൽ വീണ് നിരന്തരമായി അപേക്ഷിച്ച് താഴ്ത്തി വെച്ചിരിക്കുന്ന പൂഴ്ത്തി വെച്ചിരിക്കുന്ന രണ്ട് ഫയലുകൾ ഉണ്ടല്ലോ. ഒന്നേതാ? SLC ലാവലിന്റെ. രണ്ടാമത്തേതാ? നിങ്ങളുടെ മകൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസിന്റെ. പ്രിയപ്പെട്ട പിണറായി വിജയനോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ, നാട്ടിലെ കേരളീയരുടെ, ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പണം പറ്റിച്ച അഴിമതി നടത്തിയ പണം അത് സംരക്ഷിക്കുവാൻ നരേന്ദ്രമോദിയുടെ കാവൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് എങ്കിലും മിസ്റ്റർ വിജയൻ നിങ്ങൾ ഓർത്തു വെച്ചോളൂ, 1970-കളിൽ നിങ്ങളെ ജയിലിലടച്ചത് ഇന്ദിരാഗാന്ധിയാണ് എങ്കിൽ ഈ 2024 ആണ്ടിൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കുവാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനായ രാഹുൽ ഗാന്ധിയാണ് എന്ന് ചെവിയിൽ നുള്ളി വെച്ചോളൂ പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ നാളിതുവരെ നിങ്ങൾക്ക് സംഘപരിവാറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യവും കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. അമിത്ഷാ ജയിലിലേക്ക് പോകുന്ന അതേ ദിവസം തന്നെയായിരിക്കും കേരളത്തിന്റെ അമിത്ഷാ പിണറായി വിജയൻ ജയിലിലേക്ക് പോവുക എന്ന് ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ആവേശത്തോടു കൂടി ഓർത്തുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സംഘപരിവാറിന്റെ സഹായത്തോടുകൂടി നാളിതുവരെ കൊള്ളരുതായ്മകൾ നടത്തിയ ഒറ്റയൊരുത്തനെ നമ്മളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് കൃത്യമായി തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഘപരിവാറിന് വേണ്ടി ഉച്ചഭാഷണിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കുകയാണ്. കേരളത്തിൽ മുഴുവൻ നടന്ന CPM-ന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയും ഇന്ന് കണ്ണൂരിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയായ ശ്രീ MB ജയരാജൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചത് കിങ്ങിണിക്കുട്ടൻ എന്ന്. ആ സംഘിക്കുട്ടൻ അങ്ങനെ വിളിക്കുമ്പോ, നിങ്ങൾ അങ്ങനെ തന്നെ വിളിക്കുമ്പോ കണ്ണൂരിലെ ജനങ്ങൾ അതിനുകൂടി ചേർത്ത് MB ജയരാജന് മറുപടി തരുമെന്ന് കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക.
MP ജയരാജനെ അങ്ങനെ വിളിക്കുമ്പോ താനെന്തൊരു ശുംഭനാടോ എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചോദിക്കുന്നില്ല. കാരണം ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവനാണെന്ന് പോലും ഒരർത്ഥം ഈ ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രകാശവും പരത്തുന്ന ആളല്ല നിങ്ങളെന്നുള്ളത് കൊണ്ട് നിങ്ങളെ ഞാൻ ശുംഭൻ എന്ന് വിളിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച് ഈ നാട്ടിലെ സംഘപരിവാറിനെ ഒന്ന് സുഖിപ്പിച്ച് 4 വോട്ട് കിട്ടുമോ എന്ന് ശ്രമിക്കുന്ന പിണറായി വിജയൻ തൊട്ട് MP ജയരാജൻ വരെയുള്ള മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും എല്ലാ ശ്രമങ്ങളെയും ഈ കേരളീയ പൊതുസമൂഹം ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. വയനാട്ടിൽ 3 പേര് മത്സരിക്കുകയും ഞാൻ ദീർഘമായി കടന്നു പോകുന്നു. ഒന്ന്, നമുക്ക് എല്ലാവർക്കും ഏറെ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എല്ലാ ദിവസവും കാണാൻ കഴിയുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാകും. പറച്ചിൽ കേട്ട തോന്നും വാരണാസിയിൽ എല്ലാ വീട്ടിലും രാവിലെ പാലും പത്രവുമായിട്ട് പോകുന്ന നരേന്ദ്രമോദിയാണ്. നിങ്ങൾ എല്ലാ ദിവസവും വയനാട്ടിൽ കാണും. കാരണം വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി അങ്ങനെയല്ല മിസ്റ്റർ സുരേന്ദ്രൻ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും, വയനാടിന്റെ മാത്രം ജനപ്രതിനിധിയല്ല, ഇന്ത്യയുടെ ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ട് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടുന്ന ബാധ്യത രാഹുൽ ഗാന്ധിക്ക്. ഉന്നാവില് ഒരു പെൺകുട്ടി മതത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോ, കത്വയില് ഒരു പെൺകുട്ടി മതത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോ, ഉന്നാവില് ഒരു പറ്റം ദളിതർ അവരുടെ ജാതിയുടെ പേരിൽ പുറംപൊളിക്കപ്പെടുമ്പോ, ഉത്തർപ്രദേശിലെ കർഷകൻ, രാജസ്ഥാനിലെ കർഷകൻ അവൻ സമരം ചെയ്യുമ്പോ, അവന്റെ ന്യായ വിലയ്ക്ക് വേണ്ടി സമരം ചെയ്യുമ്പോ അവന്റെ ശരീരത്തിലേക്ക് BJP നേതാവിന്റെ ജീപ്പ് ഓടിച്ചിടിച്ചു കയറ്റി കൊലപ്പെടുത്തുമ്പോ, ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന ഒരു മതത്തെ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് റദ്ദ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോ, ഈ രാജ്യത്ത് ക്യാമ്പസുകളിൽ, സർവകലാശാലകളിൽ സംഘപരിവാർ വേരോട്ടമുള്ള സംഘടനകൾ ചെന്ന് നജീബമാരെയും രോഹിത് വേമുലമാരെയും പിന്നാലെ ചെന്ന് വേട്ടയാടുമ്പോ ഈ രാജ്യത്ത് ആദ്യം മുഴങ്ങിക്കേട്ട ശബ്ദം അത് രാഹുൽ ഗാന്ധിയുടേതാണ് എന്ന് അഭിമാനത്തോടു കൂടിയാണ് ഈ രാജ്യം പറയുന്നത്. അങ്ങനൊരു മനുഷ്യനാണ് നമ്മുടെ ജനപ്രതിനിധി. അപ്പോഴും വയനാടൻ ജനതയെ മറന്നിട്ടുണ്ടോ? ഈ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോ, നമ്മുടെ നാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോ, നമ്മുടെ നാട്ടിൽ കാട്ടാന നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ കൊന്നൊടുക്കിയപ്പോ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ജീവിത സാഹചര്യത്തെ നിശ്ചലമാക്കിയപ്പോ നമുക്ക് കരുതലായി കാവലായി വയനാടിന് വേണ്ടി പ്രവർത്തിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാകുമ്പോ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ മനുഷ്യന് വേണ്ടി വോട്ട് ചെയ്യുന്നത്. തിരിച്ച് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? BJPയുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കട്ടെ. വർഷം 2 കോടി തൊഴിലവസരം വെച്ചൊരു വർഷം 10 വർഷം 20 കോടി തൊഴിലവസരം ഉറപ്പ് നൽകിയ നരേന്ദ്രമോദി 6 ലക്ഷത്തിൽ താഴെ തൊഴിലവസരം മാത്രം സൃഷ്ടിച്ചപ്പോ നിങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ട് നിങ്ങൾ തന്നെയല്ലേ സ്വന്തം വാഗൊണ്ട് പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന്? നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നാൽ 50 രൂപയുടെ പെട്രോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് 1/2 ലിറ്റർ പെട്രോളിന് പോലും 50 രൂപയ്ക്ക് മുകളിലായപ്പോ നിങ്ങൾ ഒരക്ഷരം ആ സർക്കാരിനെതിരായിട്ട് മിണ്ടിയിട്ടുണ്ടോ? LPG സിലിണ്ടർ സൗജന്യമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ തരാമെന്ന് പറഞ്ഞിട്ട് സൗജന്യമായി തന്നില്ല എന്ന് മാത്രമല്ല, 450 രൂപ വിലയുണ്ടായിരുന്ന ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില 1280 രൂപയാക്കിയപ്പോ നിങ്ങൾ മിണ്ടിയിട്ട് ഇല്ല. മറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പൊ വീടാന്തരം കയറി പറയുന്നത് ഞാനും കണ്ടു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി പിണറായി വിജയൻ ആ പേരും പറഞ്ഞുകൊണ്ട് പോയാൽ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലായി. അത് കേരളത്തിൽ മാത്രമല്ല, ട്രെൻഡ് തമിഴ്നാട്ടിലും തുടരുകയാണ്. നിങ്ങള് തമിഴ്നാട്ടിൽ നമ്മുടെ മുന്നണിയായിട്ടാണ് CPM മത്സരിക്കുന്നത്. അവിടെ സു വെങ്കടേഷ് എന്ന് പറയുന്ന CPMന്റെ സിറ്റിംഗ് MP, അയാൾ വീണ്ടും മത്സരിക്കുന്നു. ജനകീയനായ നേതാവ്. അയാൾ മത്സരിക്കുമ്പോ അയാളുടെ പോസ്റ്റർ നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ എങ്ങനെയാ? വലിയ വലിപ്പത്തിൽ രാഹുൽ ഗാന്ധി, ചെറിയ വട്ടത്തിൽ കൈയടയാളം.
അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ പോസ്റ്റർ എങ്ങനെയാ? വലിയ വലിപ്പത്തിൽ സമദാനി സാഹിബിന്റെ പടം, ചെറിയ വട്ടത്തിൽ കോണിച്ചിൻ. സു വെങ്കടേഷിന്റെ പോസ്റ്ററിന്റെ പ്രത്യേകത ആ ചിഹ്നത്തിന്റെ വലിപ്പത്തിലെ സു വെങ്കടേഷിന്റെ പടമുള്ളൂ. വലിയ വലിപ്പത്തിൽ അവിടെയുള്ള പടം അത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടേതാണ്. ഞാൻ നോക്കി സു വെങ്കടേഷിന്റെ പ്രചരണത്തിൽ, സു വെങ്കടേഷ് CPM കാരനാണ്. സു വെങ്കടേഷിന്റെ പ്രചരണത്തിൽ ഈ രാജ്യത്തെ CPMന്റെ ഏക മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പ്രചരണത്തിന് പോകുന്നുണ്ടോ എന്ന് നോക്കി. അപ്പൊ ഇവിടെതാ ഒരു കാര്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് ബിശ്വാസ് ശർമ്മ എന്ന് പറയുന്ന പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരുത്തം വന്ന് വർഗീയത പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ അല്ലേ? അയാൾ BJPയുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വന്നതാണ്. അങ്ങനെ തിരിച്ചെന്തുകൊണ്ടാണ് സു വെങ്കടേഷിന്റെ പ്രചരണത്തിന് പിണറായി വിജയൻ പോകാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചു അതെന്താ സംഭവം. അപ്പൊ എന്നോട് പറഞ്ഞു അത് സു വെങ്കടേഷ് വളരെ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഞാൻ പറഞ്ഞു ചെന്തത അത് സു വെങ്കടേഷിന്റെ പ്രചരണത്തിന് പിണറായി വിജയൻ വന്നാൽ കേരളത്തിൽ നിന്ന് ബസ് പിടിച്ച ആളുകൾ വന്ന് സു വെങ്കടേഷിനെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ് വിളിപ്പിക്കാത്തതെന്നും. തമിഴ്നാട്ടിൽ പോലും വളരെ പ്രശസ്തനാണ്. ഈ നാട്ടിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി പിണറായി വിജയന്റെ പടം വെച്ചിട്ട് പോസ്റ്ററോ ബോർഡോ അടിച്ച് നിങ്ങൾ കണ്ടു? ഇത്തവണ ഏറ്റവും ഡിമാൻഡ് ഇല്ലാത്ത പൊതുയോഗം പിണറായി വിജയന്റെ പൊതുയോഗങ്ങളാണ്. ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ട. കാര്യം എന്താ? ഇയാള് ചെന്നിറങ്ങിയാൽ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു 100 ഓർമ്മകളുണ്ട്. എന്താ ഓർമ്മകൾ? 8 മാസക്കാലമായി ഈ നാട്ടിലെ 62 ലക്ഷം മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടിയിട്ട് ഓർക്കില്ല. നമ്മുടെ നാട്ടിലെ വീട്ടുകരം വർദ്ധിപ്പിച്ചു, ഓർക്കില്ല. വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഓർക്കില്ല. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, ഭവന നിർമ്മാണകരം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും ഒടുവിൽ സപ്ലൈകോയിലെ കിട്ടാത്ത സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ ജനങ്ങൾ ഓർത്തിരിക്കുകയാണ്. നവകേരള സദസ്സൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായല്ലോ മുഖ്യമന്ത്രിയുടെ പോപ്പുലാരിറ്റി എത്രയാണെന്ന് ജനങ്ങൾക്ക്, അല്ലേ? നവകേരള സദസ്സ് നടത്തി. എന്തായിരുന്നു അവസ്ഥ? നവകേരള സദസ്സ് വഴി പ്രയോജനം കിട്ടിയ ഒരാളെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്നവരിലുണ്ട്. നവകേരള സദസ്സിന്റെ പ്രയോജനം കിട്ടിയത്. പക്ഷെ ജനസമ്പർക്ക പരിപാടി ശ്രീ അനിലേട്ടൻ അടക്കമുള്ള ആളുകൾ മന്ത്രിമാരായി, ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഗുണം കിട്ടിയ 1000 മനുഷ്യന്മാരെ എനിക്ക് വണ്ടൂരിൽ കാണിച്ചു തരാൻ. 1000 മനുഷ്യർ തർക്കമില്ലാതെ കാണിച്ചു തരാൻ. 2 ഭരണാധികാരികൾ തമ്മിലുള്ള വ്യത്യാസം. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ആളുകൾ ഓടി ചെല്ലുക. ചിലര് പരാതി പറയാൻ അവരവരുടെ ആവലാദികളുടെ വറുതികളുടെ കടലാസ് ഇങ്ങനെ തുറന്നു വെച്ച് ഈ മനുഷ്യനോട് ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചിലര് വാവിട്ട് കരഞ്ഞു, ചിലർ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു, ചിലർ ഉമ്മ കൊടുത്തു. അതെല്ലാം കേട്ട് കണ്ട് അവരെ ആശ്വസിപ്പിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തിയ മനുഷ്യൻ പോയി. പിണറായി വിജയന്റെ അവസ്ഥ എന്താ? ഒറ്റ കുട്ടിക്ക് പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ അവസരം കിട്ടിയ ഏക മലയാളി അത് നിലമ്പൂരുകാരൻ, നിങ്ങളുടെ പാർലമെന്റുകാരൻ. ആരാ? 14 വയസ്സുള്ള ജിൻഡോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലേ? ഒരു NCC കേഡറ്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആകെ അവന് മാത്രമാണ് പിണറായി വിജയനെ കയ്യകലത്തിൽ കിട്ടിയത്. അവൻ എന്താ ചെയ്തത്? കൈവച്ച് കണ്ണുമേലൊരെണ്ണം കൊടുത്തു. പിണറായി വിജയന്റെ കണ്ണിലൂടെ പൊന്നീച്ച പാർന്ന ചിത്രം പിറ്റേ ദിവസം കണ്ടു, അല്ലേ? നിലമ്പൂർ. അതല്ലാതെ ആർക്കെങ്കിലും? ഞാൻ ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടതിന് ശേഷം സ്ഥിരമായി കാണുന്ന ഒരു വീഡിയോ. ഉമ്മൻചാണ്ടി സാർ ഏതൊരു കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു പ്രായമായ മനുഷ്യൻ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തേക്ക് ഓടി വന്ന് ഉമ്മൻചാണ്ടി സാറിനെ ഇങ്ങനെ വാരി കെട്ടിപ്പിടിക്കും. ശ്വാസം മുട്ടുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി സാറിനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കും. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹ ചുംബനം ഉമ്മൻചാണ്ടി സാറിന്റെ മുഖത്ത് ഇങ്ങനെ അമർത്തി 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 ഉമ്മ വയ്ക്കുന്ന കാഴ്ച വളരെ സ്നേഹത്തോടു കൂടി വൈകാരികമായി നമ്മൾ കണ്ടൊരു കാഴ്ച. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 3.5 കോടി മലയാളികളിൽ പിണറായി വിജയനെ കാണുമ്പോ അങ്ങനെ ഉമ്മ കൊടുക്കണമെന്ന് തോന്നുന്ന ഒറ്റ മലയാളിയുണ്ട്. ഇനി അങ്ങനെ ഉമ്മ കൊടുക്കണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ അവൻ ഉമ്മ കൊടുക്കാനുള്ള ധൈര്യം ഉണ്ട്. ഇനി അങ്ങനെ ധൈര്യമുള്ള ഒരു മലയാളി ഉണ്ടെങ്കിൽ അവൻ ഉമ്മ കൊടുത്താൽ പിറ്റേ ദിവസം അവന് ചുണ്ടുണ്ടാകും. മുറിച്ചിടത്തില്ലേ ഇയാൾ? പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇതുവരെ കാത്തിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കർമ്മനിരതനായ യുവ സാന്നിധ്യം
പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഉറ്റ തോഴൻ, ഈ രാജ്യത്തെ മതേതര പോരാട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ, ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുവാൻ ഈ രാജ്യത്താകമാനം യാത്ര ചെയ്യുന്ന, രാജസ്ഥാനിൽ നമ്മുടെ സർക്കാരിനെ കൊണ്ടുവന്ന ആ കാലഘട്ടത്തിലെ PCCയുടെ പ്രസിഡന്റ് ആയിരുന്ന ഏറെ ബഹുമാന്യനായ AICCയുടെ ജനറൽ സെക്രട്ടറി, മുൻ മന്ത്രി, അതിനൊക്കെ അപ്പുറം ഒരു പദവിയും ഇല്ലാതെ തന്നെ ഒറ്റ പേരുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ഹൃദയത്തിലേക്ക് ചേക്കേറിയ പ്രിയപ്പെട്ട രാജസ്ഥാനിൽ നിന്നുള്ള യുവ നേതാവ് ശ്രീ സച്ചിൻ പൈലറ്റ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവർ,